എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതോടെയായിരുന്നു സൽഹ ചർച്ചകളിൽ നിറഞ്ഞത്. സിലു ടോക്സ് സൽഹയിലൂടെയായിരുന്നു അവർ ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞത്. 20 വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചു, ഞാനും മക്കളും വേറൊരു വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. സിംഗിൾ പേരന്റിംഗ് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് സൽഹ പറയുന്നു. പുതിയ വീഡിയോയിലൂടെയായിരുന്നു വിശേഷങ്ങൾ പങ്കുവച്ചത്. ഒന്നിച്ച് ഭക്ഷണം കൊടുക്കുന്നതും ടേബിളിൽ എല്ലാം സെറ്റാക്കി വെക്കുന്നതും മക്കൾക്ക് ഇഷ്ടമാണ്. വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം സ്മൂത്തായിട്ട് തോന്നും. എന്നാൽ അത്ര എളുപ്പമല്ല ഒന്നും. ചില സമയത്ത് ചക്രശ്വാസം വലിച്ചു പോവും ഞാൻ. പുറത്തേക്കൊന്നും പോവാനുള്ളൊരു മാനസിക സ്ഥിതിയായിരുന്നില്ല എനിക്ക്. ഇപ്പോൾ അതിൽ നിന്നും മാറാനുള്ള ശ്രമത്തിലാണ്. എല്ലാ മക്കളെയും ഒരുപോലെയാണ് ഞാൻ കാണുന്നത്. ഞാൻ തന്നെയല്ലേ അവരെ പ്രസവിച്ചതും കഷ്ടപ്പെട്ട് വളർത്തുന്നതും. അവരുടെ ഇഷ്ടങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്. മക്കൾ സ്കൂളിലേക്ക് പോകുന്നതും അവരുടെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നതുമൊക്കെയായിരുന്നു വീഡിയോയിൽ. ദൈവം ഒരാളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പെണ്ണായി ജനിപ്പിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്നും സൽഹ പറഞ്ഞിരുന്നു. ദൈവത്തിന്റെ പല പരീക്ഷണങ്ങളും ഉണ്ടാവും. സിലുവിന് അതെല്ലാം തരണം ചെയ്യാൻ കഴിയും. എന്നും ഈ വേദന കാണില്ല, ഒരു രാത്രിക്ക് ഒരു പകൽ എന്നല്ലേ ഈ അവസ്ഥ മാറിക്കോളും. ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ പരീക്ഷണങ്ങളാണെന്ന് കരുതി മുന്നോട്ട് പോവുക. നിരവധി പേരായിരുന്നു സിലുവിന് പിന്തുണ അറിയിച്ചെത്തിയത്. സിംഗിൾ പേരന്റ് ആർക്കും ഇഷ്ടമല്ലാത്ത വാക്കാണ്. ചിലപ്പോൾ അത് നല്ല തീരുമാനമാണെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. ടോക്സിക് പേരന്റിംഗിനേക്കാളും നല്ലത് സിംഗിൾ പേരന്റിംഗ് തന്നെയാണ്. കുട്ടികളുള്ള വീട് കുഞ്ഞുസ്വർഗമാണെന്ന് പലർക്കും മനസ്സിലായത് നിങ്ങളുടെ വീഡിയോയിലൂടെയായിരുന്നു. നിങ്ങൾ പിരിഞ്ഞത് സാധാരണക്കാർക്ക് ഷോക്ക് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഇത്രയും ടെൻഷനിലും ആ മക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അതിനാണ് പിന്തുണ. ഓരോരുത്തർക്കും അവരവരുടെ വേദനകളാണ് വലുത്. എന്റെ പ്രശ്നങ്ങളായിരിക്കില്ല വേറൊരാൾക്ക്. ഞാൻ കഷ്ടപ്പെടുന്നു എന്നതല്ല എന്റെ പ്രശ്നം. എന്നിട്ടും പഴി കേൾക്കുന്നു എന്നായിരുന്നു വേറൊരാളോട് സിലു പറഞ്ഞത്. എന്തിനാണ് വീടും ബെഡ്റൂമും എല്ലാം കാണിക്കുന്നത്? കുക്കിംഗ് ചാനലിൽ കുക്കിംഗ് കാണിച്ചാൽ പോരെ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. വേറെ എന്തെങ്കിലും കുറ്റം ഇന്ന് പറയാൻ കിട്ടിയില്ലേ? എത്ര നല്ല മനസ്സാണ്, നമിച്ചു. ബെഡ് കാണിക്കൽ ഹറാമാണോ? കുക്കിംഗ് ചാനലാണെന്ന് ഞാൻ എവിടെയും മെൻഷൻ ചെയ്തില്ല സഹോദരി എന്നായിരുന്നു സിലുവിന്റെ റിപ്ലൈ. കുട്ടികൾ ഇത്ര വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ എന്നായിരുന്നു വേറൊരാൾ ചോദിച്ചത്. എന്റെ ഈ ജീവിതത്തിൽ എനിക്ക് ആകെ കിട്ടിയ സൗഭാഗ്യം എന്റെ പൊന്നുമക്കളാണ്. അവർ എന്നും എനിക്ക് വിലപ്പെട്ടതാണ്. ആർക്ക് വേണ്ടെങ്കിലും എന്റെ അവസാന ശ്വാസം വരെ അവർക്ക് വേണ്ടിയും ഇനി എനിക്ക് വേണ്ടിയും ജീവിക്കും, ഒരു നിമിഷം പോലും എനിക്ക് റിഗ്രറ്റ് തോന്നിയിട്ടില്ല എന്നായിരുന്നു സിലു വിശദീകരിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.